വിട പറഞ്ഞ സഹോദരന്റെ ബിസിനസ് സ്വപ്നം സഫലമാക്കി കണ്ണൂർ പിലാത്തറ സ്വദേശി ജലീന ഇഗ്നേഷ്യസ്. അപകടത്തിൽ വിട പറഞ്ഞ സഹോദരന്റെ ബിസിനസ്സും ലക്ഷങ്ങളുടെ കടബാധ്യതയും ഏറ്റെടുത്താണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ജലീന വിജയിച്ചത്. വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റികളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് കയറ്റി അയക്കുന്ന കമ്പനിയാണ് ജലീന ചുരുങ്ങിയ സമയം കൊണ്ട് വിജയിപ്പിച്ചെടുത്തത്. ജനം സ്പെഷ്യൽ. 2021 ഏപ്രിൽ 23-നാണ് വാഹനാപകടത്തിൽ ജലീനയുടെ ചേട്ടൻ മെയ്ജോ ഇഗ്നേഷ്യസ് മരിച്ചത്. സഹോദരന്റെ വിയോഗത്തിൽ തകർന്നു നിന്ന ജലീനയുടെ മുന്നിലെത്തിയത് സഹോദരന്റെ ബിസിനസ്സും ലക്ഷങ്ങളുടെ കടബാധ്യതയുമായിരുന്നു. ബാങ്കുപരമായിട്ടുള്ള ബാധ്യതകൾ ഞാൻ തീർത്തു. ബാങ്കുപരമായിട്ടുള്ള ബാധ്യതകൾ ഏകദേശം 25 ലക്ഷം രൂപയുണ്ടായിരുന്നു. അത് ഘട്ടം ഘട്ടമായിട്ടാണ് തീർത്തത് കേട്ടോ, ഒറ്റയടിക്ക് പേയ്മെൻറ്റ് കിട്ടിയതൊന്നുമല്ല. പിന്നെ പലരുടെയും ആശയങ്ങളുണ്ട് ഇൻഷുറൻസിൻ്റെ ആണെന്നൊക്കെ, പക്ഷെ അതൊന്നും അല്ല. ഇൻഷുറൻസ് ഒന്നും കിട്ടിയില്ല. ഇപ്പോഴും തൊടുപുഴ കോർട്ടിൽ കേസ് കിടന്നുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. രണ്ടും കൽപ്പിച്ച് എല്ലാം സ്വയം ഏറ്റെടുത്തു. പിന്നീട് ഇങ്ങോട്ട് പോരാട്ടകാലം. ദുരിതപർവം താണ്ടി ഇന്ന് ജലീന എത്തിയിരിക്കുന്നത് അഭിമാനകരമായ നേട്ടത്തിൽ. എൻ്റെ കയ്യിലൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ഇനി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നാണ്. കാരണം എനിക്ക് ആവശ്യത്തിലേറെ മെറ്റീരിയൽസ് ഇപ്പോഴുണ്ട്. വെച്ചാൽ എനിക്കങ്ങനെ എന്താ പറയുക, വേറെ പുറത്തുനിന്ന് എടുക്കാണ്ട് തന്നെ എൻ്റെ മെറ്റീരിയൽ കൊണ്ട് എനിക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു റീസൈക്ലിംഗ് മെറ്റീരിയൽസിലേക്കല്ല ഞാൻ പോകുന്നത്. വേറെ തന്നെ ഒരു കോൺസെപ്റ്റാണ്. ആ പ്രോജക്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വിടാനായിട്ടില്ല. കാരണം അതിൻ്റെ ഒരു വർക്കിലാണ്. അതിൽ കുറേ പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് വളരെ ഫയൽഡായിട്ട് വെച്ചിരിക്കുകയാണുള്ളത്. തിരുവോണം ഇക്കോ ഇൻഡസ്ട്രീസ് കമ്പനിയിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് വേർതിരിച്ച് കയറ്റി അയക്കുന്നതിൽ ജലീന ഇഗ്നേഷ്യസ് ഇന്ന് അറിയപ്പെടുന്ന സംരംഭകയാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ കീഴടങ്ങാതെ ജലീന നടത്തിയ പോരാട്ടം തന്നെയാണ് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. ഈ വഴിയിലേക്ക് ഞാൻ ചേട്ടൻ്റെ മരണത്തിന് ശേഷം തീരുമാനമെടുത്ത് വന്നതല്ല. കാരണം ഞാൻ ഒരു ഏകദേശം 1.5 വർഷം, ഏകദേശം 2 വർഷക്കാലത്തോളം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് തന്നെ ആ കമ്പനിക്ക് വേണ്ടിയിട്ട് തന്നെ വർക്ക് ചെയ്യായിരുന്നു. എന്നെ അവർ സപ്പോർട്ട് ചെയ്തു. തിരിച്ച് എന്നോട് ജലീന കമ്പനിയിലേക്ക് റീജോയിൻ ചെയ്യണം, വന്ന് ജോലി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അച്ഛൻ, അമ്മ, ചെറിയ കുട്ടിയായിരുന്നു. മോൾക്ക് അന്ന് 2.5-3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ജോലി വേണ്ടാന്ന് വെച്ചു. ഞാൻ ഈ ഫീൽഡ് അപ്പോഴത്തേക്കൊരു എന്താണ് കുറച്ച് നമ്മൾ പറയില്ല, നമ്മുടെ ഒരു വളർച്ച ഒരു ഘട്ടത്തിലേക്ക് കുറച്ചധികം LSGDയിലേക്ക് കയറി വന്നു. അങ്ങനെയാണ് മുന്നോട്ട് പോയത്. കാസർഗോഡ് മുതൽ കോട്ടയം വരെ 26 തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നാണ് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത്. ഇവ ശാസ്ത്രീയമായി വേർതിരിച്ച് സിമന്റ്, ഇൻഡസ്ട്രിയൽ ഓയിൽ, പ്ലാസ്റ്റിക് ഉൽപ്പന്ന നിർമ്മാണത്തിനടക്കം വിൽപ്പന നടത്തുന്നു. ഈ കടങ്ങളെല്ലാം തീർക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇതിൽ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തത് ഒരു പകുതി വരെ തീർന്നിട്ടുള്ളൂ. ഇനി വളരെ ഒരു 10-12 ലക്ഷം രൂപയോളം കൂടെ പുറത്ത് കൊടുക്കാനുണ്ടാവും. കടബാധ്യതകൾ ഒരുവിധം തീർത്തു. ഇനി ജലീനയ്ക്ക് സ്വന്തമായി ഒരു വീടുണ്ടാക്കണം. ബിസിനസ്സിൽ ഏറെ മുന്നോട്ട് പോകണം. സഹോദരന്റെ സ്വപ്നം സാക്ഷാത്കരിക്കണം. ചേട്ടൻ്റെ ബാധ്യതകൾ കൊണ്ട് വീട് ജപ്തി ചെയ്യുന്നതിന് മുമ്പ് വീട് വിറ്റതാണ്. ഈ നാട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ തന്നെ. ഇപ്പം ഇനിയൊരു വീടെടുക്കുക, ഞാൻ ഈ പറഞ്ഞൊരു പ്രോജക്റ്റ്, ഇത് രണ്ടുമാണ് എൻ്റെ മനസ്സിലെ സ്വപ്നം. വീടെടുക്കണം, ഇനി അതാണ് ആഗ്രഹം. അതെ, ജലീനയുടെ യാത്ര തുടരുകയാണ്. ജനം, കണ്ണൂർ. സംസ്ഥാനത്ത് ഒരു സർക്കാർ തുടരെ പരാജയപ്പെടുമ്പോഴാണ് വ്യക്തികൾ വിജയിച്ചു കയറുന്നത്. അത് വളരെ സന്തോഷം തരുന്ന വാർത്തയുമാണ്. ഏതായാലും സല്യൂട്ട് ജലീന ഇഗ്നേഷ്യസ്. ആ ഒരു വരി ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നു. ഉപേക്ഷിക്കാൻ എനിക്കുണ്ടായിരുന്നത് എൻ്റെ ജോലി മാത്രമാണ്, എൻ്റെ വീട്ടുകാരെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ എന്ന്. സഹോദരന് വേണ്ടി ബിസിനസ് ചെയ്ത് ഉണ്ടാക്കി വെച്ച കടങ്ങളൊക്കെ തീർത്ത് ഒരു സ്വപ്നം പേര് നടപ്പാണ് പുതിയൊരു പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്ന ആഗ്രഹത്താൽ. വളരെ സന്തോഷം തരുന്ന ഒരു പോസിറ്റീവ് വാർത്തയാണ് ഇപ്പോൾ കണ്ടത്.